Hello, welcome back to my channel and I'm your Rivisha Davis. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്പൺ സി വിയിൽ ഒരു ഇമേജ് എങ്ങനെ റീസൈസ് ചെയ്യാമെന്നും അതേപോലെ തന്നെ അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമേജിന് എങ്ങനെ നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും, നമ്മുടെ ചാനലിൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ മെമ്പേഴ്സിന് മാത്രമായിട്ട് കുറേ വീഡിയോസുകൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ജാങ്കോൻ്റെ ട്യൂട്ടോറിയലും അത് നിങ്ങൾക്കിപ്പോൾ മെഷീൻ ലേണിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യം വരില്ല, പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കിത് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജാങ്കോ അതേപോലെ തന്നെ നമ്മൾ ഡീപ്പ് ലേണിങ്ങിലോട്ടൊക്കെ പോകുന്നത് അത് ഈ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഓപ്ഷണലാണ്, നോ ഇഷ്യൂസ്. അതേപോലെ തന്നെ എന്താണ്, നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ ആഡുകൾ കുറേ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഞാൻ നോക്കിയിട്ടില്ല എങ്ങനെ വരണേന്നുള്ളത്. അപ്പോൾ നമുക്കതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സോ 1 second. സബ്ലൈം ഞാൻ കളഞ്ഞ VS കോഡ് ഇങ്ങനെ എടുക്കണ്ട. എന്ത് ചെയ്യുക, CMD എന്ന് കൊടുക്കുക. ഇവിടെ കോഡ് സ്പേസ് ഡോട്ട് കൊടുത്ത ഏതിൽ ഓപ്പൺ ആവും, VS കോഡിൽ ആ ഒരു ഫോൾഡർ നേരിട്ട് ഓപ്പൺ ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ബോർഡർ സെറ്റ് ചെയ്യണതാണ്. അതിന് മുൻപ് ഞാനൊരു ഇമേജ് ഒന്ന് സേവ് ചെയ്യട്ടെ കേട്ടോ. സേവ് ഇമേജ് ആസ് ഡെസ്ക്ടോപ്പ്, യൂട്യൂബ്, ഓപ്പൺ സേവ് ബാനർ എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് ബോർഡർ ഇമേജിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനവിടെ ഒരു പുതിയൊരു ഫയൽ കൊടുക്കുന്നുണ്ട്, border.py എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഞാനവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് cv2 as cv എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രം google.colab.patches import cv2_imshow എന്ന് പറഞ്ഞിട്ട് ഞാനിതിനെ ഇമ്പോർട്ടും ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമേജിനെ നമുക്ക് റീഡ് ചെയ്യാം. ഞാനിപ്പോൾ img ഈക്വൽസ് cv ഡോട്ട് im read. ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമേജിൻ്റെ പേര് എന്തായിരുന്നു, ബാനർ അല്ലേ, banner.jpg എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോഡ് ചെയ്തു. നോക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വേറൊരെണ്ണം img2 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ cv ഡോട്ട് കോപ്പി മേക്ക് ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണുണ്ട്. അതിനുള്ളിലോട്ട് imgയും പാസ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, ഈ ഒരു ഫംഗ്ഷനാണ് കോപ്പി മേക്ക് ബോർഡർ ഫംഗ്ഷനാണ് ആ ഇമേജിന് ചുറ്റും ബോർഡർ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതിലോട്ട് ഇമേജ് ഞാൻ പാസ് ചെയ്തു. ഇനി ആ ബോർഡറിൻ്റെ സൈസ് എത്ര സൈസാണ്, എത്ര പിക്സൽ, വിഡ്ത്ത്, ഹൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര വേണ്ടതെന്നാണ് കൊടുക്കേണ്ടത്. ഞാനത് ഫുള്ള് 10 10 10 എന്ന് കൊടുക്കണം കേട്ടോ. ടോപ്പ് കൊടുത്തു, ബോട്ടം കൊടുത്തു, ലെഫ്റ്റ് കൊടുത്തു, റൈറ്റ് കൊടുത്തു, ടോപ്പ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, cv ഡോട്ട് border_constant കോമ, ഇവിടെ ഞാൻ നണ്ണ് സെറ്റ് ചെയ്തു, കോമ വാല്യൂ ഈക്വൽ ടു 0. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്ത് നോക്കണേന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്തു, നമ്മളുടെ സോഴ്സ് ഇമേജ് ഏതാണോ ആ ഒരു ഇമേജ് ഞാൻ ലോഡ് ചെയ്തു. പിന്നെ 10 10 10 10 എന്ന് പറഞ്ഞിട്ട് 4 വാല്യൂ കൊടുത്തു, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. ബോർഡറിൻ്റെ വിഡ്ത്താണ്, ഓക്കെ, 10 പിക്സൽ വീതം 4 കൊടുത്തിട്ടുണ്ട്. പിന്നെ cv ഡോട്ട് ബോർഡർ കോൺസ്റ്റന്റ് എന്ന് പറയണത് അത് എന്താ പറയുക,
ഒരു കോൺസ്റ്റന്റ് കളേർഡ് ബോർഡറിന് സ്പെസിഫൈ ചെയ്യണതാണ്. എന്നുവെച്ചാൽ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ റിപ്ലിക്കേഷനോ ഇല്ലാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കളർ ബോർഡർ സെറ്റ് ചെയ്യാനാണ് അത് കൊടുത്തു നോക്കുന്നത്. പിന്നെ വേറെ എന്താ പറയുക, വേറെ ഒരു പാരാമീറ്റർ വരുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല. അത് മെയിനായിട്ടും ഒരു സബ് ഓപ്ഷൻസിനൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ നണ്ണെന്ന് കൊടുത്തു നോക്കുന്നത്. പിന്നെ വാല്യൂ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് അത് ബോർഡറിന്റെ കളറാണ്. അപ്പോൾ സീറോ എന്ന് വരുമ്പോൾ അത് ബ്ലാക്ക് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കതിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ചെയ്യണ്ട, നമുക്ക് CV2 IM show അവിടേക്ക് IMG2 കൊടുക്കാം. ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. google.colab.patches വർക്ക് ആവാനായിട്ട് സാധ്യത കുറവാണ്, നോക്കാം. ഓക്കെ, നോ മൊഡ്യൂൾ കോൾഡ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടാണ് വന്ന് നോക്കുന്നത്. കൊളാബിലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇതെടുക്കണ്ട, വേറൊരു ഇത് ചെയ്ത് നോക്കാം. 1 സെക്കൻഡ്. ഇത് വേണ്ട കേട്ടോ, നമുക്ക് CV2 ഇമ്പോർട്ട് ചെയ്തു, ഇമേജ് റീഡ് ചെയ്തു, ബോർഡർ സെറ്റ് ചെയ്തു. ഇതിന് പകരം എന്ത് ചെയ്യുക, CV.IM show കൊടുക്കാം. ഓക്കെ, എന്നിട്ട് CV.wait എന്ന് പറഞ്ഞിട്ട് ഞാൻ 0 കൊടുത്തു. പിന്നെ CV.destroy all വിൻഡോസും കൊടുത്തു. സേവ്. ഇവിടെ ഓട്ടോ സേവ് കൊടുക്കാനായിട്ട് ഫയലിൽ ഓട്ടോ സേവ് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സേവ് ആയിക്കോളും. ഇനി എന്ത് എറർ? എനിക്ക് 1 മിസ്സിങ് ആർഗ്യുമെന്റ് വന്നിട്ടുണ്ട്. ഞാനിവിടെ പേര് കൊടുക്കുന്നു, ഇമേജ് വിത്ത് ബോർഡർ കോമ. കണ്ടോ, അത് കാണാൻ പറ്റണോന്ന് അറിയില്ല. ഇത് ഇവിടെ കണ്ടോ, ഒരു ബ്ലാക്ക് ബോർഡർ ഈ ഒരു ഇമേജിന് ചുറ്റും വന്നിട്ടുണ്ട്. സി, ഇമേജ് കുറച്ച് വലുതാണ്, അതാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാത്ത. കണ്ടോ? ഓക്കെ, ഇപ്പൊ ബ്ലാക്ക് ബോർഡർ ഇങ്ങനെ വന്ന അവിടെ 0 കൊടുത്തോണ്ടാണ് നമുക്ക് ബ്ലാക്ക് ബോർഡർ ആയിട്ട് വന്ന് നോക്കുന്നത്. അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ ഇവിടെ വേറൊരു കളർ കൊടുക്കണം. ഇങ്ങനെയാ, ഇവിടെ വാല്യൂ എവിടെയാ, വാല്യൂൻ്റെ ഇവിടെ ഞാൻ യെല്ലോ എന്ന് കൊടുക്കണം കേട്ടോ. സോറി, യെല്ലോ ഇസ് നോട്ട് ഡിഫൈൻഡ്. ഫസ്റ്റ് നമ്മൾ യെല്ലോ ഒന്ന് ഡിഫൈൻ ചെയ്യട്ടെ. ഞാനൊന്ന് യെല്ലോ ഈക്വൽസ്, യെല്ലോൻ്റെ കളർ കോഡ് ഇപ്പോൾ 0,255,255 ഇതാണ് അതിൻ്റെ കളർ കോഡ് വരുന്നത്. BGR ഫോർമാറ്റ് ആണ് കേട്ടോ. കണ്ടോ, ചുറ്റും യെല്ലോ വന്ന് നോക്കണം. കണ്ടോ, ഈ സൈഡിലത്തെ കാണാത്തത് ഇമേജിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ആ സൈഡ് നിങ്ങൾക്ക് കാണാത്തത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഒരു ഇമേജിന് നമ്മൾ കളർ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മൾ CV.border കോൺസ്റ്റന്റ് കൊടുത്തു ഇല്ലേ, എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് കളർ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. CV.border റിഫ്ലക്റ്റ് കൊടുക്കാം, എന്ന് വെച്ചാൽ അത് റിഫ്ലക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ റെഡ് പിക്സൽസിൻ്റെ റിഫ്ലക്ഷൻ വരാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ CV.border റിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് പിക്സൽ ഉണ്ടാവില്ല ആ ഒരു ഇമേജിനെ, അതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ABCDEFGH അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AAAAABABCDEFGH അങ്ങനെ രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഒരു മിനിറ്റ്, ഞാനൊരു ബോർഡർ റിഫ്ലക്റ്റിൻ്റെ കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്.
ന്യൂ ഫയൽ ബോർഡർ റിഫ്ലക്റ്റ് ഡോട്ട് പി വൈ. ഇതേ സെയിം തന്നെ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഇമേജ് കൊടുത്തു. നമുക്കിപ്പോൾ ഈ ഒരു യെല്ലോൻ്റെ ആവശ്യമില്ല, നമുക്ക് റിഫ്ലക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇമേജ് കോപ്പി IMG പാസ് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ 10 പകരം വേണമെങ്കിൽ ഒരു 20 പാസ് ചെയ്യാം. 20 20 20 20. ഇനി എന്ത് ചെയ്യുന്നു, CV.border കോൺസ്റ്റൻറ്റിന് പകരം എന്ത് ചെയ്യുക, ബോർഡർ റിഫ്ലക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഇമേജ് ഷോ ചെയ്തു. ഓക്കെ, ഇതിലൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. ഇല്ല, കുഴപ്പമില്ല, ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പൈത്തൺ ബോർഡർ റിഫ്ലക്റ്റ്. കണ്ടോ, ആ ഒരു ബോർഡർ ആണ് അവിടെ കാണുന്നത്. കണ്ടോ, ഇതിനെ തന്നെ ഈ അടിയിലുള്ള ഈ ഒരു പിക്സലിനെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണില്ല. ഇതാണ് ഇമേജ്. ഓക്കെ, ഇതിനെ തന്നെ വീണ്ടും ഇങ്ങോട്ട് പോയി നോക്കുന്ന കണ്ടോ, ഇവിടെ വന്ന് നോക്കുന്ന കണ്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ബോർഡർ റിഫ്ലക്റ്റും ബോർഡർ കോൺസ്റ്റൻറ്റും ഇത് രണ്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നോക്കുക. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ പാരലലി പൈത്തൻ്റെ വീഡിയോ കൂടി എന്തായാലും വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ്ഡ് വേർഷൻ്റെയും ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടം വരെ എത്തിയപ്പോൾ കോർ പൈത്തൺ കഴിഞ്ഞു. അഡ്വാൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലാസ്, റെഗെക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അഡ്വാൻസിലുള്ളത്. പിന്നെ ഫ്രെയിം വർക്കാണുള്ളത് ജാങ്കോ. അതിപ്പോൾ മെഷീൻ ലേണിംഗ് ആണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആവശ്യമില്ല ഫ്രഷറായിട്ട്. അതല്ല കുറച്ചും കൂടി സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ജാങ്കോ ആവശ്യം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുള്ളത് നമ്മുടെ മറ്റേ ചാനലിലാണ്. കണ്ടോ, ഈ ഒരു ചാനലിലാണ് പൈത്തൻ്റെ എടുക്കുന്നത്. അപ്പോൾ ഈ ചാനലും കൂടി ഒന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, so that's all for this video. Have a nice day. Bye bye.